ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി സരോജിനി നായിഡു. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ നദി ഏതാണ്? സിന്ധു. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ നദി സിന്ധു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഗോതമ്പ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഗോതമ്പ്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. 4 ശരിയാണ്. ഓപ്ഷൻ സി 4 ശരിയാണ്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത്? ബാങ്കിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ബാങ്കിംഗ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? വിമുക്തി. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വിമുക്തി. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ? PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? സമത്വ സമാജം സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജി. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ.
താഴെ പറയുന്നവയിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ റെയിൽ പാത ഇല്ലാത്ത ജില്ല? വയനാട്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ റെയിൽ പാത ഇല്ലാത്തൊരു ജില്ലയാണ് വയനാട്. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര്? ലാഭം. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ലാഭം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത്? ഇക്കോ ടൂറിസം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതിയാണ് ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയം വഹിച്ച രാജ്യം? ഇന്ത്യ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ശ്രീനാരായണ ഗുരു. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം? ഇന്തോനേഷ്യ. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഇന്തോനേഷ്യ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏത്? ഇന്ത്യ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? കോതമംഗലം. കേരളത്തിൻ്റെ കായിക കവാടം കോതമംഗലം. അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? നമ്പൂതിരി സമുദായം. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? നമ്പൂതിരി സമുദായം. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം? കാറ്റിൻ്റെ ദിശാമാറ്റം. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം കാറ്റിൻ്റെ ദിശാമാറ്റം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം? രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം രാജസമാചാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? IPL. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് IPL. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ല്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ല്. AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററിൻ്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്.
എ സി ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. എ സി ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എ സി ജനറേറ്ററിൻ്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ജലവൈദ്യുത നിലയങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാക്കി മാറുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിന് വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനലിൽ നിന്ന്. വിതരണ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. വിതരണ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്ത് വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വാട്ട് ആണ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവൃത്തി 50 ഹെർട്സ്. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആര്? അലക്സാൻഡ്രോ വോൾട്ട. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ട. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംപിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംപിയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ഹെക്സോബ്ലേഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ഹെക്സോബ്ലേഡ്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? 11 കിലോവാട്ട്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? 11 kV. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിൻ്റെ 2 ടെർമിനലുകൾ തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിൻ്റെ 2 ടെർമിനലുകൾ തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫിലമെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുമാണ്. ഓപ്ഷൻ ബി ആണ് ശരി.
ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി വോൾട്ടേജ് 230 വോൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏത്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. താഴെ തന്നിട്ടുള്ളവയിൽ ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏത്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. വൈദ്യുതി കടത്തിവിടാത്തത് ഏത്? പ്ലാസ്റ്റിക് സ്കെയിൽ. വൈദ്യുതി കടത്തിവിടാത്തൊരു വസ്തുവാണ് പ്ലാസ്റ്റിക് സ്കെയിൽ. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡികളാണ്? സൗരോർജം, കാറ്റ്. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡികളാണ്? സൗരോർജം, കാറ്റ്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലുമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവും ഉള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശനത്തിന് വിധേയമാകുന്നു. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലുമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവും ഉള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശത്തിന് വിധേയമാകുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? 230 വോൾട്ട്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ്? ഇടുക്കി. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ്? ഇടുക്കി. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCB-യുടെ പൂർണ്ണ രൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCB-യുടെ പൂർണ്ണരൂപമാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഷോക്കേറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്നും മാറ്റുക. ഷോക്കേറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ട കാര്യമാണ് വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്ന് മാറ്റുക. വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നത്, ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നത്. വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നത്, ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നത്. വൈദ്യുതി വിതരണത്തിനുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? അലുമിനിയം. വൈദ്യുതി വിതരണത്തിനുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്? അലുമിനിയം. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി. ചാലക കമ്പികൾ ഓപ്ഷൻ ബി ആണ് ഇതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായി വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിൽ ഊർജ്ജമാറ്റം ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കുന്നു. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായി വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിൽ ഊർജ്ജമാറ്റം ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ.
സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യോർജമാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഗാർഹിക വിതരണ ട്രാൻസ്ഫോർമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോർമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതൊക്കെ? 3-പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെടുന്നു. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതൊക്കെ? 3-പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെടുന്നു. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏത്? സ്വർണം, ചെമ്പ്, അലുമിനിയം. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് സ്വർണം, ചെമ്പ്, അലുമിനിയം. വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഫീഡറിന്റെ ഉപയോഗം എന്ത്? വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഫീഡറിന്റെ ഉപയോഗമാണ് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോർമറുകളുടെ ഉപയോഗം എന്ത്? ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുള്ള വൈദ്യുതിയെ ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോർമറുകളുടെ ഉപയോഗമാണ് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ശൃംഖല ഏതാണ്? ഇലക്ട്രിക് ഗ്രിഡ്. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ശൃംഖലയാണ് ഇലക്ട്രിക് ഗ്രിഡ്. വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? 11 kV. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? 11 kV.